ഈ ടാസ്ക് എന്താന്ന് വെച്ചാൽ പ്രാങ്ക് കോൾ ടു എ ഫ്രണ്ട്. ഓക്കെ, ചെറിയൊരു പ്രാങ്കാ, വേറെ ഒന്നുമില്ല. അപ്പൊ ഞാനാണ് ചേച്ചിയുടെ ഫോണിൽ നിന്ന്, ചേച്ചിയുടെ ഫോൺ ഒരു കടയിൽ വെച്ച് കാണാണ്ട് പോയി. അപ്പൊ ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയണം എന്റെ ഫോൺ ആണെങ്കിൽ കാണാനില്ല, ആ നമ്പറിലോട്ട് ഒന്ന് വിളിക്കുമെന്ന് വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഫോൺ എടുക്കും, എന്നിട്ട് ഞാൻ പറയും ഇത് എന്റെ ഫോണാന്ന് പറയും. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ചേച്ചി ആരെയും നമ്മൾ വിളിക്കാൻ പോണേ? നമുക്ക് ബിഗ് ബോസിൽ ആരെങ്കിലും വിളിച്ചാലോ? വിളിക്കാം. ആരെ വിളിക്കണ്ടേ? സായിച്ചേട്ടനെ വിളിക്കാന്ന് വിചാരിച്ചു, പക്ഷെ സായിച്ചേട്ടൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വയ്യാണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് സിജോ ചേട്ടനെ വിളിക്കാം. ആണോ? അല്ല നല്ലത്, നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ ചേച്ചി എന്താ പറയണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫോൺ ആണെങ്കിൽ ഒരു കടയിൽ വെച്ച് മറന്നുപോയി, അപ്പൊ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പൊ ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്കുമെന്ന് വെച്ചാൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ സെറ്റ്. അപ്പം ചേച്ചിയുടെ ഫോൺ എനിക്ക് സിജു ചേട്ടൻ നമ്പർ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. നമ്പർ അറിയോ? നമ്പർ കാണാണ്ട് അറിയോ? പിന്നെ എല്ലാം കാണാണ്ടറിയാം. ശരിക്കും അറിയാം നമ്പർ കാണാണ്ട്? വിളിക്കുമല്ലേ? അതെ, സ്പീക്കർ. പിന്നെ എന്താ ചേട്ടന്മാരെ നമ്പർ പഠിക്കണ്ടേ? ഞാൻ സായിച്ചേട്ടൻ്റെ സിജോന്റെ രണ്ടാളുടെ നമ്പർ മാത്രം പഠിച്ചിട്ടുള്ളൂ. പരിചയമില്ലാത്ത നമ്പർ കണ്ട് എടുക്കില്ല അങ്ങേര്, അതൊന്നും തോന്നുന്നുണ്ട്. മെഹർ ഫാത്തിമ എടുക്കുന്നില്ല. ട്രൂ കോളറുണ്ടോ? ആ ഉണ്ട്. ഹലോ സിജേട്ടാ, ഞാൻ നന്ദുവാ. എന്റെ മൊബൈല് ഞാൻ ഒരു കടയിൽ വെച്ച് മറന്നു മനുഷ്യ. അപ്പൊ ഏതാ ഞാൻ വിളിച്ചു, കൊറേ വട്ടം വിളിച്ചു, എടുക്കണില്ല അവര്. എനിക്ക് കടയുടെ പേര് അറിയില്ല. ഞാൻ ആ തുണിക്കടവന്റെ ഇവിടേക്ക് വന്ന ലുലുലിക്ക് വന്ന, ഞാൻ പറഞ്ഞിലേക്ക് ഷൂട്ട് ഉണ്ടെന്ന്. അതെ, ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു, ഞാൻ കൊറേ വട്ടമായി ഞാൻ വിളിക്കുന്നു, എടുക്കണില്ല. ഞാൻ ഈ ഫോണിൽ നിന്ന് രജിന്റെ ഫോണിൽ നിന്നൊക്കെ മാറി വിളിച്ചു, എടുക്കണില്ല. ഒന്ന് വിളിക്കേ. അതെ ഞാൻ പിന്നെ അവര് വിളിക്കുമ്പോ ഏത് കടയുടെ പേരൊന്ന് പറയണേ. നിങ്ങളെവിടെയാ? ഞാൻ ആകെ പെട്ട അവസ്ഥയില. എത്ര കോള് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അമ്മേനെ ആണോ? കൊച്ചിയിൽ ഞാനിപ്പോ രഞ്ജിന്റെ ഇപ്പൊ സ്ഥലത്തിന്റെ പേര് അത് എനിക്ക് അറിയില്ല ചേട്ടാ, എവിടെയാന്നിപ്പോ. എനിക്ക് ആകെ ടെൻഷൻ. എന്താ ചെയ്യപ്പോ? ചേട്ടാ ഞാനിപ്പോ എനിക്ക് സ്ഥലം അറിയില്ല സിജു ചേട്ടാ. ഞാനിപ്പോ ഒരു ഹോട്ടലില് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാ. ഓക്കെ ചേട്ടാ ഒന്ന് വിളിച്ചു നോക്കിട്ട് വിളിക്കൂ. ഞാനിപ്പോ ചേട്ടാ എന്റെ നാച്ചുറൽ അഭിനയം എങ്ങനെയുണ്ട് ഗായ്സ്? വിളിക്കൂലേ? വിളിക്കും. എന്നെ കൊല്ലു ഉറപ്പാ. അയ്യോ ചൂടാവൂതേ വിളിക്കണ സിജോ ചേട്ടൻ ബിഗ് എന്നൊക്കെ പറയാ. എടുക്കട്ടെ, കുറച്ച് റിങ് കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പൊ എടുക്കണ്ട, രണ്ടാമത് വിളിക്കും, അപ്പൊ എടുത്താൽ മതി. ഹലോ ഈ ഫോൺ ആരുടെ ഇരിക്കുന്നേ? ഇതാരാ? ഞാൻ ഈ ഫോണിന്റെ ഉടമസ്ഥൻ നന്ദൻ എന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു ഫ്രണ്ടാണ് ഞാൻ. സിജു എന്നാണ് എന്റെ പേര്. ചേട്ടാ ഇത് എന്റെ ഫോണാ. ആ കൊച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ, ഫോൺ എവിടെ വെച്ച് മറന്നുപോയെന്ന് പറഞ്ഞിട്ട്. ചേട്ടാ ഇത് എന്റെ ഫോണാലോ? കേട്ടില്ല. ഇത് എന്റെ ഫോണാ. സംസാരിക്കുന്ന പേരെന്താ? എന്റെ പേര് മെഹർ. മെഹർ? അല്ല, ഇത് നന്ദനയുടെ ഫോണാണ്. ആക്ച്വലി ഇത് ബിഗ് ബോസിലുണ്ടായിരുന്ന നന്ദനയുടെ ഫോണാണ് ഇത്. ബിഗ് ബോസിലെ നന്ദന ചേട്ടാ, പക്ഷെ ഇത് എന്റെ ഫോണാലോ? ഈ നമ്പർ നന്ദനയുടെയാണല്ലോ. അല്ല, ഇത് എന്റെ നമ്പർ. ഇത് ചേട്ടാ ഞാനേ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിച്ചാ മതിയോ? ഞാനിപ്പോ ഉള്ളത് ചേട്ടാ, ഞാൻ കുറച്ച് തിരക്കില്ലാട്ടോ, ഞാൻ പിന്നെ വിളിക്കാവേ. ഒറ്റ അട്ടിട്ട് എനിക്ക് പേടിയാണ്. ഇതിനകത്ത് ട്രൂ കോളർ വെക്കുമ്പോ മെഹർ എന്ന് പറഞ്ഞ് വരൂ, പിന്നെ വിളിക്കുന്നത്. അതാണ് ചേട്ടന്മാരെ സായിച്ചാണ് ഇപ്പൊ കഴിഞ്ഞിട്ടാവും. ഹലോ മാമി. ഹലോ
റെക്കോർഡ് ചെയ്യേണ്ട ആൾ കൂടിട്ടാ. ഹലോ. ആ മോനെ ഇത് നന്ദനയുടെ ഫോണാണ് ഞാൻ സംസാരിക്കുന്നത്. അയ്യോ ചേട്ടാ, സംസാരിക്കുന്ന ആള് എന്റെ മോനെ, ഇത് ഇത്തരം ഇത് എന്റെ ഫോണാ. മോനെ ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്താണ്? എന്റെ പേര് മെഹർ, ഞാൻ പറഞ്ഞല്ലോ. ചേട്ടൻ തന്നെയല്ലേ നേരത്തെ വിളിച്ചത്? മോൻ ഈ ഇത്തരം ദിവസം ഈ നമ്പർ നന്ദന എന്ന് പറഞ്ഞ ആൾ യൂസ് ചെയ്യുന്ന നമ്പറാണ്. പിന്നെ പെട്ടെന്ന് എങ്ങനെ മെഹറിന്റെ നമ്പറായിട്ട് മാറുന്നത്? മെഹർബാ പേടിച്ച സിജോ ചേട്ടാ, ഞാൻ ഇന്റർവ്യൂടെ തെറി പറയരുത്. ഓക്കെ, താങ്ക് യു ചേട്ടാ. മ്യൂട്ട് ചെയ്തിട്ടോട്ടാ. നിങ്ങൾ എവിടെയാ മനുഷ്യ? എവിടെയാ? ഞാൻ ഇന്റർവ്യൂല, ഞാൻ സ്പീക്കർ ഓഫ് ചെയ്യട്ടല്ലേ, ഞാൻ നിങ്ങൾ ബാക്കി കേൾക്കേണ്ടി വരും. ആ ചേട്ടാ എവിടെയാ? ഞാൻ ഇന്റർവ്യൂടല്ലേ, ഞാൻ വിളിക്കാം. സോറി മുത്തേ. ശരി, വിളിച്ച സാധനം മ്യൂട്ട് ചെയ്തോളൂ. ബിഗ് ബോസിന്റെ 6ാം സീസൺ ഒരുപാട് സൗഹൃദങ്ങൾക്ക് കൂടി വേദിയായിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന സിജോയുടെ വിവാഹം ഉൾപ്പെടെ ആ സൗഹൃദ വലയം തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. ഈ സൗഹൃദത്തിൽ സായി, സിജോ, നന്ദന ഈ ഒരു കോംബോ ഭയങ്കരമായ രീതിയിൽ ഹിറ്റായിരുന്നു. നന്ദനയുടെ ഏട്ടന്മാരാണ് സായിയും സിജുവും. അങ്ങനെയാണ് പുറത്തേക്ക് വന്ന രഹസ്യമായ പരസ്യം. ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ടാണ് നന്ദന കടന്നു വന്നത്. ശക്തമായ സാന്നിധ്യമായി മാറാനും നന്ദനയ്ക്ക് സാധിച്ചിരുന്നു. സായി കൃഷ്ണയും സിജോയുമായുള്ള നന്ദനയുടെ ചങ്ങാത്തം വളരെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. അതുമാത്രമല്ല, ഈ കോംബോ വലിയ രീതിയിൽ സ്റ്റാറ്റസുകളായും മറ്റും വലിയ രീതിയിൽ റീലുകളായും ശ്രദ്ധ നേടി. ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ ഇവരെ ട്രോളുകയും ചെയ്തിരുന്നു. പണപ്പെട്ടിയെടുത്താണ് സായി സ്വയം പിന്മാറിയത്. ഇടയ്ക്ക് നന്ദനയ്ക്ക് പുറത്താകേണ്ടിയും വന്നിരുന്നു. സിജോയുടെ കല്യാണത്തിന് എത്തിയപ്പോഴാണ് ഇവരുടെ സൗഹൃദം എങ്ങനെയാണെന്ന് എല്ലാവർക്കും വ്യക്തമായത്. മാത്രമല്ല, ധൈര്യത്തോടെ നന്ദനയ്ക്ക് വിളിച്ചൊരു പ്രാങ്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാള് സിജോ ആണെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലായി.